ഹായ് ഫ്രണ്ട്സ്, ഇസ റോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ബോക്സ് പ്ലീറ്റഡ് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാനിന്നിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കാണ്, ഫ്ലോറൽ പ്രിൻ്റുള്ള. രണ്ടായിട്ട് ഫാബ്രിക്ക് മടക്കിയിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷൻ 2 ഇഞ്ച് ബാക്കിലോട്ട് മടക്കി വച്ചിരിക്കുകയാണ്. അതിനുശേഷം 7 ഇഞ്ച് ഷോൾഡറും 7 ഇഞ്ച് തന്നെ ആം ഹോളും കൊടുത്തു. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 നമുക്ക് ആവശ്യത്തിനുള്ള ലൂസും സീം അലവൻസും ആഡ് ചെയ്യുക. എത്രയാണോ ആവശ്യമുള്ള ലൂസ് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് ലൂസിൽ കിടക്കേണ്ട ഒരു ഡ്രസ്സാണ്. അതിനുശേഷം വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 ലൂസും സീം അലവൻസും ആഡ് ചെയ്യുക. ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 ലൂസും സീം അലവൻസും ആഡ് ചെയ്യുക. ശേഷം നമുക്ക് കിട്ടിയ പോയിൻറ്റുകളെ എല്ലാം തമ്മിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടത് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഫ്ലെയർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആം ഹോൾ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് 1 ഇഞ്ച് മുകളിലോട്ട് കയറ്റി കേർവ് ഷേപ്പിൽ നമ്മളൊരു കേർവ് കൊടുക്കുകയാണ്. അത് സൈഡ് ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 2 ഭാഗം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോള് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്ക് വിഡ്ത്ത് 3ഉം ലെങ്ത് 5 ഇഞ്ചുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. റൗണ്ട് നെക്ക് കൊടുത്ത് ബയാ സ്ട്രിപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാബ്രിക്കിൽ തന്നെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാമായിരുന്നു. ശേഷം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് ഈ ഫാബ്രിക്കിൽ നിന്ന് ലെങ്ത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എക്സ്ട്രാ ലെങ്ത്ത് കൂട്ടി ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ സ്ലീവിൻ്റെ ആം ഹോള്, ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. വി നെക്കാണ് ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അയൺ ചെയ്ത് സെറ്റ് ചെയ്ത ക്യാൻവാസ് 2 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് സൈഡ് നമ്മൾ 2 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മടക്കി വെച്ച ഭാഗത്തു നിന്നും താഴോട്ട് ഒരു 8.5 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നെക്ക് ലെങ്ത് എത്രയാണോ പിന്നെ എന്തോരം നമുക്ക് ബാലൻസ് നമുക്ക് പ്ലീറ്റ് കിടക്കണം അതിനനുസരിച്ചാണ് നമ്മളതിൻ്റെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് നോക്കുമ്പോൾ അറിയാം, ഒരു ബോക്സ് പ്ലേറ്റ് പോലെ ഒരു ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെ അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല വശവും തമ്മിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ബാക്ക് നെക്ക് ബയാ സ്ട്രിപ്പ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തു.
ഇപ്പോൾ നമുക്ക് നെക്ക് 2 സൈഡും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ 2 തമ്മിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതിനുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത്. 2 സൈഡ് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം സീം അലവൻസ് എത്രയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് താഴേക്ക് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും താഴ്ഭാഗം മടക്കി റൗണ്ടിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഔട്ട്ലുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളുമായി കണ്ടുമുട്ടാം. ബൈ.